അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. എല്ലാ ദിവസവും ഡെയിലി വീഡിയോയിൽ നിന്നും ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. ഗിഫ്റ്റ് വേണ്ടാത്തവർക്ക് അതിന്റെ ക്യാഷ് നൽകുന്നതാണ്. പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. ഈ 3 കാര്യങ്ങൾ ചെയ്തവരെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. ഡെയിലി വിന്നേഴ്സിനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഡെയിലി അറിയിക്കുന്നതായിരിക്കും. ഇന്ന് ഗിഫ്റ്റ് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട, നാളെയും നിങ്ങൾക്ക് അവസരമുണ്ട്. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കുക. അപ്പൊ 4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇതാ ഇട്ട് കൊടുത്തു. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ബ്രൗൺ കളർ അവിടെ ഡോട്ടായിട്ട് ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി മാവും പഞ്ചസാരയും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം എടുക്കാൻ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്ക്ക് പകരം എണ്ണയോ ബട്ടറോ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചറിയാം 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് സാധാരണ പച്ചവെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആദ്യമേ വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിക്ക് വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ. അപ്പോൾ അത് കുഴച്ചെടുത്തപ്പോൾ നമ്മൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം ചേർത്താണ് കുഴച്ചെടുത്തപ്പോൾ കുറച്ച് കട്ടിക്കാണിരിക്കുന്നത്. കുറച്ചായിട്ട് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഇതാ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഒഴിച്ച് ഒന്ന് കലക്കി യോജിപ്പിക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടെ ഉണ്ട്. ബാക്കി 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ. ഇപ്പൊ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു കട്ടിക്ക് റെഡിയാക്കി എടുക്കുക. കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ്, പെരിഞ്ജീരകം. വലിയ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം വെച്ച് കൊടുക്കുക. ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ അധികം എരിവില്ലാത്ത 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1-2 എടുത്താൽ മതി. സവാള വയന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള എല്ലാം വഴറ്റി നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ വയന്ന് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളി അല്ലികളും ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എടുത്ത അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മട്ടൺ മസാലയോ ബീഫ് മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ചിക്കൻ മസാല ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വലിയ ജീരകവും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം ഇപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകമാണ്. നമ്മൾ ആദ്യം സവാള വഴറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ പെരുംജീരകം ചേർത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. ഇപ്പോൾ 1/2 ടീസ്പൂൺ വീണ്ടും വേണ്ടിയിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നല്ല പേസ്റ്റ് പരുവത്തിന് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അരച്ച് വെച്ചത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഒരു 1/4 കപ്പ് ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സവാള വഴറ്റാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് കുറുകി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. നല്ലൊരു മണമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക്. ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് കറിയും ഒക്കെ മാറി നിൽക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. കഴുകി വൃത്തിയാക്കിയ ഒരു ബോട്ടിൽ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഈ ബോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം. തയ്യാറാക്കിയ ബാറ്റർ മുഴുവൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കുപ്പിയുടെ അടപ്പിന്റെ നടുഭാഗത്തായിട്ട് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പൊ കത്തി ചൂടാക്കി ഇതുപോലെ ചെറിയൊരു ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അടപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. വൃത്തിയാക്കി തുടച്ചെടുത്ത അടപ്പ് ബോട്ടിലേക്ക് അടച്ചു കൊടുക്കുക. തവ ഒന്ന് ചൂടായതിനു ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് വലിപ്പം വേണം അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്താ ഒഴിച്ചു കൊടുത്തു. ഒരു വശം ഒന്ന് കുക്കായി വരട്ടെ. ഒരു വശം ഒന്ന് കുക്കായി വരുന്ന സമയം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുമല്ലോ, അതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് സമയം മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾ പൊറോട്ടയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക. ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. പൊറോട്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കലക്കിയെടുത്ത് മാവ് റെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ്. ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കൈ വേദനിക്കാതെ വീശിയടിക്കാതെ ഇതുപോലെ മാവ് കലക്കി ഈസി ആയിട്ട് നമുക്ക് പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾ പൊറോട്ട ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ഈസി ആയിട്ട് പൊറോട്ട തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെ മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊറോട്ടയും ഈ ഗ്രേവിയും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്